ഈ ഇലക്ഷൻ്റെ വേറെ പ്രത്യേകത, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും സുഡാപ്പി വിളി കേട്ടില്ല CPM-കാരാൽ. എന്തുകൊണ്ടാണ്? സുഡാപ്പികൾ അവരെ കൂടെ ആയിരുന്നു, ഒരു സുഡാപ്പി എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി വിളി വരും. മെയ് 4 ശേഷം എന്ത് ചെയ്യും? ഇവരൊക്കെ വീണ്ടും സുഡാപ്പികളും ആളുകളായി മാറും. തഹലിയ ഇടിച്ചു കയറി ഉണ്ടാക്കിയ ഒരു വോട്ട് പേരാമ്പ്രയിലുണ്ട്. തീർച്ചയായിട്ടും ആ വോട്ട് തഹലിയുടെ വിജയത്തെ അത്ഭുതങ്ങൾ സംഭവിക്കും. CP ചെറിയ കുറഞ്ഞ വോട്ടുകൾ. അപ്പോൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ സ്ഥിരമായി UDF നഷ്ടപ്പെടുന്ന ഒരു സീറ്റാണ് തിരുവമ്പാടി. ഇപ്രാവശ്യം അത് UDF-ന്റെ കോളത്തിലുണ്ടാവും 100%. ഇബ്രാഹിം കുഞ്ഞി സാഹിബിനോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ മകനോട് കളമശ്ശേരിക്കാർ പ്രകടിപ്പിക്കും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിൽ ഇബ്രാഹിം സാഹിബിൻ്റെ മകൻ എന്നുള്ള ഒരു ക്വാളിറ്റി മാത്രമല്ല, രാജീവ് വീട്ടിലിരിക്കട്ടെ, വിശ്രമിക്കട്ടെ, അവരെ ഈ സൈദ്ധാന്തികമായ ക്ലാസ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോട്ടെ. MSF-ന്റെ പ്രസിഡന്റ് MLA ആവും. അതെ, KSU-ന്റെ പ്രസിഡന്റ് ഇല്ല, SFI-യുടെ പ്രസിഡന്റ് ഇല്ലാത്ത സഭയിൽ MSF-ന്റെ പ്രസിഡന്റ് ഉണ്ടായിരിക്കും. ഈ സൗത്തിൻ്റെ പ്രത്യേകത ഒരു സിറ്റിയാണല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു വേർഡ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡൽഹിയെ ന്യൂ ഡൽഹിയാക്കി മാറ്റി, അതേപോലെ കാലിക്കറ്റിനെ ന്യൂ കാലിക്കറ്റാക്കി മാറ്റുന്ന. അതായത് ഒരു വിഷണറി ലീഡർഷിപ്പ് കിട്ടിയിരിക്കുന്നു എന്നൊരു തോന്നല് സൗത്തിലെ വോട്ടർമാർക്ക് ഉണ്ടായി. കേരളത്തിൽ ഒരു ഡസനോളം മന്ത്രിമാർ തോൽക്കും. അതിൻ്റെ ഒന്നാമതായിട്ട് തോൽക്കാനുള്ളത് V. അബ്ദുറഹ്മാനാണ്. എഴുതി വെച്ചോളെ. തോൽക്കും, തവനൂർ, പിന്നെ KT ജലീലും തോൽക്കും.